ഹായ് എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ പുതിയൊരു വീഡിയോയുടെ സ്വാഗതം. കുറച്ച് ദിവസമായി ഞാൻ വീഡിയോ ഇട്ടിട്ട്. ഒന്നാമത്തെ കാര്യം കുറേ പേപ്പറും കാര്യങ്ങളൊക്കെ എടുക്കാനും പിടിക്കാനുള്ള ഓട്ടവും പാച്ചിലും സുഖമില്ലായ്മ കുറേ അസുഖങ്ങളും കാര്യങ്ങളും അങ്ങനെയൊക്കെ ആയതുകൊണ്ടാണ് കുറച്ച് ദിവസം എനിക്ക് വീഡിയോ ഇടാൻ പറ്റിയില്ല. അപ്പോൾ കണ്ടിന്യൂസ് ആണ് ഇന്ന് മുതൽ വീഡിയോ ഇടാൻ തുടങ്ങുകയാണ്. ഇതെന്നും പറയുമ്പോഴല്ല, ഇനി മുതൽ എന്ന ദിവസവും വീഡിയോ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഇട്ടിരിക്കും. ഇപ്പം ഞാൻ വന്നിരിക്കുന്നത് വേറെ ഒന്നുമല്ല, നമ്മളൊക്കെ ആഗ്രഹിച്ച ആ സാധനം നമുക്ക് കിട്ടി. കഷ്ടപ്പെട്ട് നോക്കാം. നമ്മുടെ ആധാരമാണ്, എൻ്റെ ഒരു സ്ഥലമായതിൻ്റെ ആധാരമാണിത്. എന്താണേലും ഭയങ്കര സന്തോഷമാണ് കേട്ടോ. ആ നമുക്ക് ചേച്ചിയാണ് തന്നത് സ്ഥലം. അപ്പോൾ എന്താണ് ഭയങ്കര സന്തോഷം. ഇങ്ങനൊരു ദിവസം ഞാൻ ഒരിക്കലും സ്വപ്നം കണ്ടാലും ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്. അപ്പോൾ ഇത് ഇന്നാണ് എനിക്ക് കിട്ടിയത്. കുറച്ച് ദിവസം താമസം ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു. അങ്ങനെ അപ്പോൾ നമ്മുടെ സ്ഥലത്തിൻ്റെ ആധാരം നമ്മുടെ കൈ കിട്ടിയിട്ടുണ്ട്. പോക്കുവരത്തെ ഞാൻ കൊടുത്തേക്കാണ്. അപ്പോൾ എല്ലാവരും ചോദിക്കൊണ്ട് പണി തുടങ്ങിയ സുധിമോളെ പണി തുടങ്ങിയ ചോദിക്കുന്നുണ്ട്. പണി തുടങ്ങാത്ത വേറെ ഒന്നും കൊണ്ടല്ല, നമുക്ക് കരമടയ്ക്കണം. കരമടച്ചെങ്കിൽ മാത്രമാണ് നമുക്ക് കരമടച്ച് രസീത് കിട്ടത്തുള്ളൂ. കരമടച്ച് രസീത് ഉണ്ടെങ്കിൽ നമുക്ക് കരണ്ട് വെള്ളമൊക്കെ കിട്ടത്തുള്ളൂ. കരണ്ടും വെള്ളം ഇല്ലെങ്കിൽ നമുക്ക് പെരവണി തുടങ്ങത്തില്ല. ഇപ്പോൾ ബോർവെൽ താത്തേ വെള്ളം കിട്ടും നമുക്ക്. പക്ഷേ ബോർവെൽ താത്തിട്ട് വെള്ളം അടിക്കണമെങ്കിൽ മോട്ടർ വേണം, മോട്ടർ അടിക്കണമെങ്കിൽ കരണ്ട് വേണം. അപ്പോൾ കരണ്ടിൻ്റെ ഒരു പ്രശ്നമുണ്ട്. പിന്നെ അവിടെ പോസ്റ്റ് ഇല്ല. അപ്പുറത്തെ ഇപ്പുറത്തെ വീടിൻ്റെ അപ്പുറത്തൊക്കെ ഉണ്ട്. പക്ഷെ നമുക്ക് വലിക്കണേ അവരുടെ കൺസെൻറ്റ് വേണം. അല്ലെങ്കിൽ നമ്മൾ മെയിൻ റോഡ് വഴി തന്നെ എടുക്കണം. 2 പോസ്റ്റ് ഉണ്ട് വരും. അപ്പോൾ അതിൻ്റെയൊക്കെ ചിലവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ് നമുക്കിപ്പോൾ എല്ലാത്തിനും പെൻഡിങ് നിൽക്കുന്നത്. അപ്പോൾ എല്ലാം പെട്ടെന്ന് തന്നെ എല്ലാം സെറ്റാക്കുന്നതായിരിക്കും. സ്വന്തപ്പനെ സൈറ്റ് അടിച്ച് കാണിക്കൊണ്ടിരുന്നു. അപ്പോൾ എല്ലാം സെറ്റാക്കുന്നതായിരിക്കും. അപ്പോൾ മെയിനായിട്ട് ഞാൻ വന്നത് നമ്മുടെ ആധാരം കാണിക്കാൻ വേണ്ടിയാണ്. ഈ സാധനം കയ്യിലെത്താൻ വേണ്ടി ഞാൻ ഒത്തിരി കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഞാൻ മാത്രമല്ല, എൻ്റെ കുടുംബം ഫാമിലി എല്ലാം പ്രാർത്ഥനയും കണ്ണീരും കഷ്ടപ്പാടും കൊണ്ട് നമുക്ക് കിട്ടിയ മുതലാണ് ഇത്. കുറേ ഇന്ന് ഞങ്ങൾ എറണാകുളം വരെ പോയപ്പോൾ ബൈക്ക് ചെയ്തത് തന്നെ പറയായിരുന്നു. ഞങ്ങൾ ഈ ഒരു മുതലിന് വേണ്ടി ഒത്തിരി ആട്ടും തുപ്പും കേട്ടിട്ടുണ്ട് കേട്ടോ, എൻ്റെ ഏട്ടായി ഞങ്ങൾ. അപ്പോൾ ഒരു കടപ്പാടത്തിന് വേണ്ടി ഒത്തിരി കഷ്ടപ്പെട്ടിട്ടുണ്ട്. ആ സമയത്ത് ഞങ്ങളിത് സ്വന്തമാക്കിയത് നിസ്സാര കാര്യമായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. ഭയങ്കര എന്താ പറയുക, വലിയൊരു സംഭവം ഞങ്ങൾ കീഴടക്കിയ സന്തോഷമാണ് ഞങ്ങൾക്ക്. അത് എന്താണെന്ന് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. ഭയങ്കര സന്തോഷം തന്നെ ഞങ്ങൾ പറയാൻ പറ്റില്ല. അത്ര അപ്പുറത്ത് സന്തോഷമാണ്. അപ്പോൾ ഇതുകൂടെ ഒന്ന് കാണിക്കാനാണ് നമ്മൾ വീഡിയോ വന്നിരിക്കുന്നത്. പറമ്പ് ഒന്ന് ക്ലീൻ ആക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ തൊട്ടപ്പുറം ഇപ്പുറമൊക്കെ ആൾക്കാരുണ്ട്. അപ്പോൾ സ്ഥലത്തിന് ചെറിയൊരു ബുദ്ധിമുട്ട് വന്നു. അപ്പോൾ സ്ഥലം ഒന്ന് അളക്കുവാണെങ്കിൽ വേറെ പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ. അപ്പോൾ സ്ഥലം അളക്കാൻ വേണ്ടി വിളിച്ചപ്പോഴത്തേക്കും വ്യാഴാഴ്ച അളക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവിടുത്തെ പുല്ലൊക്കെ ഒന്ന് വെട്ടിക്കളയണം, എന്നാലാണ് നമുക്ക് അളക്കാൻ പറ്റുള്ളൂ തൊട്ടുണ്ട്. അപ്പോൾ ആ പുല്ലൊക്കെ വെട്ടുന്നതും ഞങ്ങളുടെ പോയത് കുറച്ച് വീഡിയോസൊക്കെ ഉണ്ട്. അതെല്ലാം കൂടെ ഞങ്ങൾ ഇടുവാണ് കേട്ടോ, കണ്ടു നോക്ക്. അപ്പൊ ഞങ്ങൾ എവിടെ പോണെന്ന് അറിയാമോ? ഞങ്ങളുടെ ആഗ്രഹമായ വീട് കെട്ടാനാണ്. അപ്പോൾ നമ്മളവിടെ എന്ത് ചെയ്യണം? പണി ചെയ്യണമെങ്കിൽ അവിടെ നല്ല പുല്ലെല്ലാം ഉണ്ട്. അത് നമ്മൾ വെട്ടാനായിട്ട് പോണേന്ന് ഗൈസ്. ഞങ്ങൾ എല്ലാവരും കൂടെ സുന്ദര കണ്ടോ, നല്ല സുന്ദരിയായിട്ട് കണ്ണൊക്കെ എഴുതി ലിഫ്റ്റിക്ക് തന്നെ ഇട്ടാണ് അതാണ് ഇങ്ങനെ ഇരിക്കണത്. നമ്മൾ ഇടർന്നൊന്നും പറയുമ്പോഴും വിടും. ഞങ്ങൾ വീടപ്പം ഈ പുല്ല് വെട്ടാനായിട്ട് പോവാണ് ഗൈസ്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോവാം കേട്ടോ. എന്തോ എവിടെ പോണ? അവളെ കൊണ്ടുപോവാ? അതെന്താ? വാ നമുക്ക് കൈ പിടിക്കാം. വാ കാലിനെന്നാ പറ്റുണ്ടോ? കാലിനെന്നാ പറ്റി? ചോരയോ? അതെന്നാ കാണിച്ച? വീണോ? അടങ്ങി ഒതുങ്ങി നടക്കാഞ്ഞിട്ടല്ലേ? ആ ഇത് നമ്മുടെ വീട്ടിലോട്ട് പോകുന്ന വഴിയാണ് കേട്ടോ. സ്ഥലത്തോട്ട് പോകുന്നത് വീടും പോട്ടെ, നമ്മുടെ സ്ഥലത്തോട്ട് പോകുന്ന വഴിയാണിത്. കുഴപ്പമില്ല, വീട് കുഴപ്പമില്ല. നമ്മുടെ വഴിയൊക്കെ പാസ്സായി കിടക്കുന്നതാണ്. പെട്ടെന്ന് തന്നെ റോഡ് വരും.
കുടുംബത്തിൽ വീട് കൊടുക്കണം അങ്ങനെ അല്ലേ? തുണ്ടപ്പനൊക്കെ വന്നല്ലേ. ഞാൻ സ്ഥലം ഇത് കണ്ടെന്നോ ഭയങ്കര ദൂരം കുഴപ്പമില്ല. പുല്ലിട്ട് അടിപൊളിയായി. ഇത് മാത്രം ഞാൻ ചെയ്തിട്ടില്ല. ഒരു 5 മിനിറ്റ് പെട്രോൾ ഉണ്ടായിരുന്നെങ്കിൽ രണ്ടാമത് സ്റ്റാർട്ട് ചെയ്യണ്ടായിരുന്നു. ഒറ്റടിക്കാൻ തീർന്നല്ലേ? തണുക്കാൻ നിൽക്കണം. അപ്പോൾ നമ്മൾ ചൊറിഞ്ഞ് ചാവും. അപ്പോൾ ഒറ്റടിക്ക് തീരുന്നു. പോയാൽ തീരും. ഈ പുല്ലിന് ഇതിന്റെ അല്ലേ നമ്മൾ വേർക്കും തുറയും. ഇതൊക്കെ കുറെ ഇട്ടേക്കണ കാരണം കുറെ അവസ്ഥ. പിന്നെ ഭയങ്കര ചൂടായിരിക്കും. ഈ ഷീറ്റിന്റെ ചൂട്, ഈ ഹെൽമെറ്റിന്റെ ചൂട്, കൺബൂട്ടിന്റെ ചൂട്, ഈ രണ്ടും ഷർട്ടും പാൻറ്റും എല്ലാം മൊത്തം പ്ലാസ്റ്റിക് അല്ലേ. കാണുമ്പോൾ സൂപ്പറാണ്. പക്ഷേ ചൂട് എല്ലാ പണിക്കും അതിൻ്റെതായ ബുദ്ധിമുട്ടും കഷ്ടപ്പാടും. അന്ന് തെങ്ങിക്കറിയ കാര്യം പറഞ്ഞ് ഞാൻ കേട്ടായിരുന്നു. ഞാൻ എല്ലാ പണിയും കേട്ടിട്ടുണ്ട്. ഇതെന്നെ വിളിച്ചാ പഠിക്കാൻ വേണ്ടി. ആ സമയം നമ്മള് വമ്പർശ്ശേരിയിലൊക്കെ പോയി. ഇത് അല്ലെങ്കിൽ ഇതും ചെയ്യാൻ പോയെന്നെ. എനിക്കിങ്ങനെ ഇഷ്ടമാണ് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ. ആരും ചെയ്യാത്ത വെറൈറ്റി കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഇഷ്ടം. എന്റെ ഭാര്യ ചെയ്തിട്ടിരുന്ന ആണല്ലേ? ഭാര്യ ഇപ്പൊ പോകണമെന്നില്ല. മോന്റെ മോട്ടെ എല്ലാം കഴിയും. ഭാര്യ ഞാനും കൂടെയാണ് മറ്റേ സരോവര ഹോട്ടലിൽ ഷൂട്ടിങ് നടത്തിയിരുന്നത്. സരോവര ഹോട്ടലിൽ ഇപ്പോഴത്തെ മെജോ മോട്ടോഴ്സ് കാർ ഷോറൂം എന്നിട്ട് ഞാനാ താമസിച്ചിരുന്നത്. ഫാമിലിയായിട്ട് ഞങ്ങൾ ഫാമിലിയായിട്ട് അത് മൊത്തം കാർ ഷോറൂമായി. അപ്പോൾ മൊത്തം സരോവരത്തിന്റെ ഷൂട്ട് ചെയ്തെടുക്കുമ്പോൾ എല്ലാവരും ഇപ്പുറത്ത് വരും. തെങ്ങുമ്പോൾ കൊള്ളാറ്. അന്നേരം ഞാനും ഭാര്യ അവിടെ താമസിച്ച് വർക്ക് ചെയ്ത് അങ്ങനെ കൂടെ ഒരുപാട് സ്ഥലത്ത് ചെയ്യാൻ പോയിട്ടുണ്ട്. അല്ല ഇത് സംഭവം അടിപൊളിയാ അല്ലേ? പെണ്ണെ ബുദ്ധിമുട്ടായിപ്പോയി. വൺ സൈഡുള്ള മോഹൻലാൽ നടക്കുന്നത് നടക്കും. വൺ സൈഡ് അതിന്റെ വെയിറ്റ്, പിന്നെ ഇതിന്റെ വൈബ്രേഷൻ ഭയങ്കര അസ്വസ്ഥതയായിരിക്കും. കണ്ടിരിക്കുന്നതൊക്കെ സുഖം. കാണുമ്പോ നിങ്ങൾ നിസാരാട്ടാ ചെയ്യുന്നത്. ഇതൊന്നും ചെയ്ത് നമ്മള് 8 മണിക്കൂർ 9 മണിക്കൂർ നമ്മൾ വൺ സൈഡ് ഇങ്ങനെ നമ്മൾ 1 കുടം വെള്ളവും 2 കുടം വെള്ളം എടുക്കുന്ന വ്യത്യാസം ഉണ്ടല്ലോ. അത് 1 കുടം വെള്ളം നമ്മൾ ഒരു മണിക്കൂർ തൂക്കി പിടിച്ചിട്ടുണ്ടെങ്കിൽ അപ്പൊ ഈ 8 മണിക്കൂർ 9 മണിക്കൂറൊക്കെ നമ്മളിത് കണ്ടിന്യൂസ്. ഞാൻ 10 മണിക്കൂർ ഒരു ദിവസം വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ എന്റെ ഒപ്പം ചെയ്തവർ ആരും ഇപ്പൊ പണി ചെയ്യും. എല്ലാവരും നിർത്തി. ഞാനിപ്പോ 20 വർഷമായി. ആണല്ലേ? നമ്മുടെ സ്ഥലത്ത് പുല്ലുപാറിയാണ് കേട്ടോ. ഇന്ന് പുല്ല് വെട്ടാൻ വന്നേക്കാണ്. നമുക്കും ഉണ്ട് ആളും പേരും ഒക്കെ. ഇത് കണ്ടോ? മൂത്ത അളിയനാണ്. എന്റെ മൂത്ത അളിയനാണ് കേട്ടോ. ജയശേട്ടാ മൂത്ത പെങ്ങടെ ഭർത്താവാണ്. സ്വന്തം അളിയനാണ് കേട്ടോ. ഞാൻ വന്ന കാലം മുതൽ അളിയാതെ ഞങ്ങൾ വിളിച്ചിട്ടായിരുന്നു. ചേട്ടാ തന്നെ വിളിക്കുക. ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്. ഇത് ഞങ്ങൾ ഉണ്ണിച്ചേട്ടൻ ചേട്ടായുടെ ചേട്ടനാണ്. അപ്പച്ചിയുടെ മോൻ ലിജേഷപ്പിന് എൻ്റെ വീട്ടിൽ എല്ലാവർക്കും അറിയാം. ഒരു ഹായ് കൊടുക്കാം. അപ്പോൾ നമ്മൾ പുല്ല് വെട്ടാൻ വന്നേക്കുന്ന സീനാണ് ഇവിടെ. ഓക്കെ. അപ്പോൾ വീഡിയോ കണ്ടതുപോലെ പുല്ലൊക്കെ വെട്ടി വൃത്തിയാക്കിയിട്ടുണ്ട്, സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് അടിക്കുക, കമൻറ്റ് അടിക്കുക. താങ്ക് യു.